ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ ഒരു 2-3 മിനിറ്റ് മതി. കുക്ക് ചെയ്തെടുക്കാൻ ഒരു ഹാഫ് ആൻ അവറും അത്ര ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ കൊടുക്കുമ്പോഴാണെങ്കിലും ഇത് കൊടുത്തു വിടാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. കുറഞ്ഞ അളവിൽ കാണിക്കുന്നത്, അതുകൊണ്ടിട്ട് ഒരു മുട്ട മതിയാവും. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാവാനായിട്ട് ശ്രദ്ധിക്കാം. മുട്ടയുടെ മണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വാനില എസൻസ് ഒരു 2-3 ഡ്രോപ്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി ആവരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തന്നെ അളന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഈ സമയത്ത് തന്നെ വാനില എസൻസ് ചേർക്കണം, എന്നാൽ മാത്രമേ മുട്ടയുടെ മണം നല്ല പോലെ ഒന്ന് പോയി കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഫോർക്ക് എടുക്കുക, പാത്രം ഇങ്ങനെ ചെരിച്ച് പിടിക്കുക. അതിനുശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ മുട്ട പതഞ്ഞു വരും കേട്ടോ. അപ്പോൾ നന്നായിട്ടിപ്പോൾ ഇതേപോലെ പതച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന പഞ്ചസാര ഇത് 1/3 കപ്പാണ് കേട്ടോ. 125 മില്ലിയുടെ കപ്പാണ്. അതിലൊരു ഹാഫ് കപ്പ് എടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ ഷുഗറാണ്. നമ്മൾ വീട്ടിൽ ഇതുപോലെ കേക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ഒരു ഗുണം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കിയെടുക്കാം. മധുരം കുറച്ചുണ്ടാക്കിയെടുക്കാം. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഷുഗറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. അധികം മധുരം ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു എമൗണ്ടിൽ എടുക്കുകയാണെങ്കിൽ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നല്ല പോലെ അലിഞ്ഞ് കിട്ടണം. അപ്പോൾ അതേ രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 1 മിനിറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പഞ്ചസാര നല്ല പോലെ മെൽറ്റ് ചെയ്ത് കിട്ടും. പഞ്ചസാര മെൽറ്റ് ആകുമ്പോൾ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ നല്ല പോലെ കേക്കിന് മയം കിട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഇതും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ചേർക്കുന്നത് മൈദ ഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 125 കപ്പിൽ 1.5 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഡയറക്റ്റ് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ചുറ്റും മുഴുവനും ഇങ്ങനെ പൗഡർ ആയിരിക്കും. നമ്മൾ കെയർഫുള്ളായിട്ട് ഇതേപോലെ എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പൗഡറൊന്നും സ്പിൽ ഔട്ട് ചെയ്യാതെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ചോക്ലേറ്റ് കേക്ക് ആണല്ലോ, അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. ഞാൻ പക്ഷേ കൊക്കോ പൗഡർ അല്ല ഇവിടെ ചേർത്തേക്കുന്നത്, മൈലോ ഉണ്ടല്ലോ അതാണ് ചേർത്തിരിക്കുന്നത്. മൈലോ ഡ്രിങ്ക് ഇതാകുമ്പോഴും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 1 സൈഡ് ഇതേപോലെ ഇളക്കി അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. നമുക്കറിയാം ഒരു മുട്ടയെ ചേർത്തിട്ടുള്ളൂ, അപ്പോൾ നല്ല കട്ടിയായിരിക്കും. സോ നമുക്കപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഉള്ള പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിനി കുറച്ചുകൂടി പാലൊഴിക്കാം. ആ ഒരു കൺസിസ്റ്റൻസി വരുന്നവരെ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ കൺസിസ്റ്റൻസി എത്തും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ക്ലംസും ഒക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നല്ല ഇതേപോലെ അടിപൊളിയായിട്ടൊരു ബാറ്ററായിട്ട് കിട്ടും കേട്ടോ. ബാറ്റർ ഇതേപോലെ സെയിം കൺസിസ്റ്റൻസിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിനി ചേർക്കേണ്ടത്, ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടി ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ്. ആദ്യം തന്നെ ബേക്കിംഗ് പൗഡർ ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ ആണ് കേട്ടോ. ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബേക്കിംഗ് സോഡ, അതായത് നമ്മുടെ അപ്പക്കാരം ഉണ്ടല്ലോ അതാണ് ചേർത്തിട്ടുള്ളത്. അതൊരു 1/4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും തന്നെ അല്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലത്തെ നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരിക. ഇതേപോലെ ബാറ്റർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്ത് വെക്കരുത്. അപ്പോൾ തന്നെ ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചായയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ്. ചെറിയ കേക്കാണല്ലോ, അപ്പോൾ ചായ ഉണ്ടാക്കുന്ന ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ബട്ടർ പേപ്പർ വച്ച് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല. സോ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ട്ബുക്കിൻ്റെ പേജ് ഇതേപോലെ എടുക്കുക. എന്നിട്ടൊരു കറക്റ്റായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന്
രണ്ട് സൈഡും ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഡാബ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് എക്സസ് ആയിട്ടുള്ള ഓയിൽ മാറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മൈദ ഫ്ലോർ എഗൈൻ നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബാറ്റർ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല, അതുപോലെ കരിഞ്ഞു പിടിക്കുകയൊന്നുമില്ല, നന്നായിട്ട് കേക്ക് വിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം, ബബിൾസ് പോകാനും ഒന്ന് ലെവൽ ആവാനും വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കിസ്മിസ് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് ബദാമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യുന്നത് ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും പഴയ പാത്രമോ പഴയ സ്റ്റീലിൻ്റെ പ്ലേറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അല്ലെങ്കിൽ ഒരു ഇതേപോലത്തെ നോൺ സ്റ്റിക്ക് സോസ് പാൻ ചൂടാക്കുക, നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ലോയിലേക്ക് ഫ്ലെയിം ഇടുക. അതിനുശേഷം വേണം നമുക്കിത് വച്ചു കൊടുക്കാൻ. നന്നായിട്ട് കവർ ചെയ്തിരിക്കണം. അപ്പോൾ ഇതേപോലത്തെ കവറിങ്ങാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ വച്ചു കൊടുക്കണം, ഒട്ടും തന്നെ ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെ, അരമണിക്കൂർ കഴിയുമ്പോൾ ഇതേപോലെ ആ ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. അതിന് ശേഷമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ പപ്പടക്കമ്പി വെച്ചിട്ടൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒട്ടും തന്നെ മാവ് പിടിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നന്നായിട്ട് കേക്ക് ബേക്കായിട്ടുണ്ട് എന്നാണ്. ഇടയ്ക്കൊന്നും നമ്മൾ തുറന്ന് നോക്കരുത് കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വിട്ടു പോരും നന്നായിട്ട് ആ പാത്രത്തിൽ നിന്ന്. കണ്ടോ, ഇപ്പോൾ ആ ഒരു പേപ്പർ ഇട്ടത് കൊണ്ടിട്ട് തന്നെ നന്നായിട്ട് തന്നെ അടിയിലൊന്നും പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പം നമ്മൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ടിഫിനായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തും ഇത് കൊടുത്തു വിടാൻ പറ്റും. നമ്മൾ തന്നെ ഉണ്ടാക്കിയത് കൊണ്ടിട്ട് ഓയിലും അതുപോലെ ഷുഗറും ഒക്കെ നല്ലതാണെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. കണ്ടോ, ഇതേപോലെ നല്ല പോലെ സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെയാണത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒട്ടും തന്നെ ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ഒരു ബ്രൗൺ ഭാഗം പോലും ഞാൻ കഴിക്കില്ല. സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഭാഗം മുഴുവൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഭയങ്കര സ്പോഞ്ചി ആയിട്ട് നമുക്ക് ഈ കേക്ക് കിട്ടും. ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത് ഒരു പാത്രത്തിൽ വയ്ക്കുക. നമുക്കറിയാം കേക്ക് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ എന്തായാലും റഫായി പോകും. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലിട്ട് വയ്ക്കാം. ഇനി നല്ലപോലെ മധുരം വേണമെങ്കിൽ ഹാഷി സിറപ്പിൻ്റെ കൂടെ ഇതുപോലെ കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.